ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മാതാവിൻ്റെ കരം പിടിച്ച് സ്വാതന്ത്ര്യം ആസ്വദിക്കാനും ആഘോഷിക്കാനുമുള്ള യാത്രയുടെ 2-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഉണർന്നിരുന്ന് വചനം കേൾക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. എവിടെ ആയിരിക്കുന്നുവോ കരങ്ങൾ കൂപ്പാം, ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. എല്ലാ തളർച്ചയും മാതാവ് വഴി ഈശോയുടെ പാദത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എൻ്റെ ഹൃദയം തളരുന്ന സമയമുണ്ട്, എൻ്റെ ശരീരം തളരുന്ന സമയമുണ്ട്, എൻ്റെ ആത്മാവ് തളരുന്ന സമയമുണ്ട്. എൻ്റെ തളർച്ചയുടെ എല്ലാ മേഖലയും ചിലപ്പോൾ ഒക്കെ നമ്മൾ ചില മേഖലയിൽ നിന്നൊക്കെ കയറി വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവസാനം പ്രാർത്ഥന മടുത്തുപോയി തളർന്ന് മരവിച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും നമ്മൾ. അതെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ തളർച്ചകളും മാറിപ്പോകാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം ഒന്ന് സമർപ്പിച്ച് തളർന്ന എല്ലാ മേഖലകളും അമ്മയുടെ പാദത്തിലേക്ക് സമർപ്പിച്ച് അമ്മയുടെ കുഞ്ഞു മക്കളിതാ പാടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, എൻ്റെ ഹൃദയം തളരും നേരം എനിക്കു താങ്ങായി നിൽക്കണമേ. ശരിക്കും ആഗ്രഹിച്ചൊന്ന് പാടാവോ? ആഗ്രഹിച്ച് എൻ്റെ ഹൃദയം തളരും നേരം എനിക്കു താങ്ങായി നിൽക്കണമേ. എല്ലാം മടുപ്പ് സമർപ്പിക്കണം. ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് മടുത്തവരായിരിക്കാം. പ്രാർത്ഥിച്ച് ഉള്ള മടുപ്പ്, ജീവിത പങ്കാളിയെ സഹിച്ച് മുന്നോട്ട് പോകുന്ന മടുപ്പുകൾ, മാതാപിതാക്കളെ സഹിച്ച് മുന്നോട്ട് പോകുന്ന മടുപ്പ്, എല്ലാ മടുപ്പുകളും ഹൃദയം തകർന്ന എല്ലാ വസ്തു നിങ്ങൾ പരിശുദ്ധനിപ്പോൾ ഓർമ്മപ്പെടുത്തും. അതെല്ലാം പരിശുദ്ധ അമ്മ വഴി സമർപ്പിച്ച് ഒന്നുകൂടി പാടിക്കേ. എൻ്റെ ഹൃദയം തളരും നേരം എനിക്കു താങ്ങായി നിൽക്കണമേ. നിന്റെ ദയ തൻ കൽപ്പടവിൽ നീ എന്നെ ഇരുത്തേണമേ. അമ്മേ കനിവിൻ കേദാരമേ. ചേർന്ന് പാടിക്കേ. നീ എൻ്റെ വെളിച്ചം. പാടി പ്രാർത്ഥിച്ചേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ. അമ്മേ നീ എൻ അഭയമല്ലേ. ഈശോയ്ക്കടുത്തൊരു സ്ഥാനം നമുക്കുണ്ട്. നമ്മളും ആ അമ്മയുടെ മക്കളാണ്. ആ ഒരു ബോധ്യത്തോടെ വിശ്വാസത്തോടെ അമ്മയോട് പറ, എന്നെ കൂടെ ഇരുത്തണം കേട്ടോ അമ്മ. ഈ ഒരു വിശ്വാസത്തോടെ തീക്ഷ്ണതയോടൊന്ന് പാടിക്കേ. നീ എൻ്റെ വെളിച്ചം. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ. അമ്മേ നീ എൻ അഭയമല്ലേ. കൈവിടരുതേ അമ്മേ, പാടിക്കേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ. അമ്മേ കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ. അമ്മേ നീ എൻ അഭയമല്ലേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആലംബമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവതരിച്ച വചനത്തിന്റെ മാതാവേ,
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, രണ്ടാം ദിവസം ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ മറന്നിട്ടില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെ ചിന്തിച്ച വിഷയം മറക്കരുത്. നമ്മുടെ ചില വാശികൾ, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുമ്പം നമ്മൾ മറുതലിച്ച് നിൽക്കുന്ന മക്കളായിട്ട് മാറരുത് എന്നുള്ള കാര്യം. യഥാർത്ഥ സ്വാതന്ത്ര്യം ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് ദൈവം. ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വളരാനുള്ള ഒരു യാത്ര ഇന്നലെ നമ്മൾ നടത്തി. ഇന്ന് അതിൻ്റെ തന്നെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ഇതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം തിരുവചനം. യോഹന്നാൻ 8:32 വചനം ഇങ്ങനെയാണ്: നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ സത്യം അറിയണം, ആ അറിയുന്ന സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതിനർത്ഥം എന്താണ്? ചില കാര്യങ്ങൾ ഞാൻ അറിയുമ്പോൾ അതെനിക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയേണ്ട ഒരു സത്യമല്ല. യഥാർത്ഥമായി ഞാൻ അറിയേണ്ട സത്യം ഞാൻ അറിയുന്ന സമയങ്ങളിലെല്ലാം അതെന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന സത്യമുണ്ട്, അതാണ് യഥാർത്ഥമായ സത്യം. അതുകൊണ്ട് ഈശോ പറഞ്ഞ ഞാനാണ് സത്യം എന്ന് പറഞ്ഞു. ഞാനാണ് സത്യം. ഈശോ പറഞ്ഞില്ല ഞാനാണ് സത്യം. എപ്പോഴാണ് മനുഷ്യന് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്? നമ്മൾ ചിന്തിക്കുന്നു, ആദ്യ തോട്ടമായ ഏദൻ തോട്ടത്തിലേക്ക് ഒരു യാത്ര. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയ ഒരു സ്ഥലമാണ് ഏദൻ തോട്ടം. മനുഷ്യൻ്റെ അബ്സല്യൂട്ട് ഫ്രീഡം, പരിപൂർണമായ സ്വാതന്ത്ര്യം അനുഭവിച്ച സ്ഥലമാണ് ഏദൻ തോട്ടം. എന്തായിരുന്നു സ്വാതന്ത്ര്യത്തിന് ഒരു തടസ്സം? ശരിക്കും ഇതൊരു തടസ്സമല്ല, അത് സ്നേഹബന്ധത്തിലുമാവുന്ന ഒരു ഉറപ്പാണ്. അതായത് ഇപ്പം എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ അപ്പന് ഒരു സംശയം തോന്നുന്നു, മോൻ കക്കുന്നുണ്ടോ, ഡിബിൻ ഒരു കള്ളനാണോ? കാരണം ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റിൽ നിന്ന് കാശ് കാണാതെ പോകുന്ന സമയത്ത് ഒരു ദിവസം, ഇത് നടന്നൊന്നല്ല കേട്ടോ, അങ്ങനെ ഒന്നും ചിന്തിച്ചേക്കരുത്, ഒരു ഉദാഹരണം മാത്രമായിട്ട് എടുക്കുക. ഒരു ദിവസം പതുക്കെ എൻ്റെ അപ്പനിങ്ങനെ നടന്നു പോണ വഴിക്ക് അറിയാതെ പോക്കറ്റിൽ നിന്ന് ഒരു 500-ൻ്റെ നോട്ട് താഴേക്ക് ഇടുകയാണ് അപ്പനത് ഇട്ട് കഴിഞ്ഞിട്ട് പതുക്കെ പോയിട്ട് അപ്പൻ അവിടെ മാറിയിരുന്ന് നോക്കുകയാണ്. ജനലൊക്കെ കൂടെ നോക്കുമ്പം ദേ കുഞ്ഞു ഡിബിൻ അതിലേ വരുന്നു. അതിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോണ വഴിക്ക് ദേണ്ടെ നോക്കുമ്പോൾ താഴെ ഒരു 500 നോട്ട് കിടക്കുന്നു. നമ്മളൊന്ന് റൗണ്ട് അടിച്ച് ചുറ്റും നോക്കി, ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. നൈസായിട്ട് ആ നോട്ട് എടുത്ത് പോക്കറ്റിലേക്ക് ഇടുന്നു. ഇതെല്ലാം എൻ്റെ അപ്പൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് വന്നിട്ട് അപ്പം വിളിച്ചിട്ട് ചോദിക്കുക, ഏട്ടാ ഡിബിനെ, അപ്പൻ്റെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ നഷ്ടപ്പെട്ടു, നീ ആ കാശ് എവിടെയെങ്കിലും കണ്ടായിരുന്നാ? അപ്പോൾ ഞാൻ പറയാം 500 രൂപയെ, അപ്പം അതെങ്ങനെയാണ് പിരിക്കണേ? 500 രൂപ എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണത്? പിന്നെ ഒന്നും ഓർമ്മയില്ല, ശരിക്കും ഒരു സ്വരം മാത്രം, പീന്ന് പറഞ്ഞ സ്വരം കേൾക്കില്ലേ? ചെവിട്ട് അടിച്ചൊരു ഒറ്റ അടിയാണ്. പറഞ്ഞത് ഓർമ്മയുള്ളൊരു ഒറ്റ അടി, ഒറ്റ കരണം പൊത്തി. ഈ പറയണ ആ 500-ൻ്റെ നോട്ട് എന്തായിരുന്നു? എനിക്ക് എൻ്റെ അപ്പനോടുള്ള ലോയൽറ്റി കാണിക്കാനായിട്ടുള്ളൊരു അവസരമായിരുന്നു. അതായത് ഒരു ആത്മാർത്ഥത, ഒരു സിൻസിയറിറ്റി കാണിക്കാനുള്ള അവസരമായിരുന്നു ആ മുറിയുടെ നടുക്കിട്ട് വെച്ചിരുന്ന ആ 500 രൂപ എന്ന് പറയണത്. ആ സമയത്ത് ഞാനത് സമ്മതിച്ചായിരുന്നെങ്കിൽ അപ്പൻ്റെ പൊന്നോമനയായിട്ട് പൂർണ്ണ വിശ്വാസം കൈപ്പറ്റി വളരാൻ എനിക്ക് പറ്റുമായിരുന്നു. സമ്മതിക്കാതെ പോയതുകൊണ്ട് അതിനുശേഷം എന്ത് നഷ്ടപ്പെട്ടാലും ആദ്യം ഒരു വിരൽ എപ്പോഴും കുഞ്ഞു ഡിബിനിലേക്ക് ഒരു ചൂണ്ടൽ വരും. ഇതൊരു ഉദാഹരണമാണ്, നടന്ന സംഭവം അല്ല കേട്ടോ. പ്രിയമുള്ളവരെ, ഒരു കാര്യം പറയുന്നത്, എന്തിനാണ് ദൈവം തോട്ടത്തിൻ്റെ നടുക്ക് ആ ഒരു മരം കൊണ്ടുപോയി നട്ടത്? എന്തിനായിരുന്നു? ഫിലോസഫി പഠിക്കുമ്പോൾ ഞങ്ങൾ പഠിക്കുന്ന ഒരു തത്വമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ദി ഓപ്പോസിറ്റ് ഗീവ്സ് മീനിങ്സ് എന്ന് പറയും. അതായത് എനിക്കെതിര് നിൽക്കുന്നതാണ് എനിക്ക് അർത്ഥം തരുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ടാണ് ആണായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സിമ്പിൾ, ഞാൻ പെണ്ണ് അല്ലാത്തത് കൊണ്ട്. അതാണ് അതിനർത്ഥം. ഈ ലോകത്തിൽ പെണ്ണെന്ന് പറയുന്ന ഒരു വർഗം ഇല്ലായിരുന്നെങ്കിൽ ആണെന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റൂല. ഈ ലോകത്ത് പ്രകാശം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ അന്ധകാരം എന്തുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. ഈ ലോകത്തിൽ വെള്ളം എന്ന് പറയുന്നൊരു സാധനം ഇല്ലെങ്കിൽ ഖരമായ അവസ്ഥയിൽ ഉള്ള സാധനം എന്താണെന്ന്, അല്ലെങ്കിൽ വായു എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് എതിര് നിൽക്കുന്ന ചില വസ്തുതകൾ
ഉള്ളതുകൊണ്ടാണ് എന്നിൽ തന്നെ ഒരു അസ്തിത്വം കൈവരുന്നതും എന്നിലെ നന്മകളെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നതും. പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. അപ്പം തീർച്ചയായിട്ടും ദൈവം നടുക്കൊരു മരം വെച്ച് പിടിപ്പിക്കുന്നു, എന്നിട്ട് പറയുന്നു, ഡാ അത് തുടരുതിട്ടാ, നീ വേറെ എന്തും, നിനക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് തൊടാനുള്ള ഫ്രീഡം കൂടി ഉണ്ട് കേട്ടോ. തിന്നരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തിന്നണോ വേണ്ടയോ എന്നുള്ളത് ആദത്തിൻ്റെയും ഹവ്വായുടെയും ഓപ്ഷനായിരുന്നു. അവിടെയും ആ ഒരു ഫ്രീഡത്തിൽ ദൈവം കൈവച്ചില്ല. പിന്നെ എന്തിനത് അവിടെ നട്ടു? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ മനുഷ്യന് മനസ്സിലാക്കാൻ താൻ എന്തുമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന്. ഒരുത്തരൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു, അവൻ ആ പെണ്ണിനെ സ്നേഹിക്കുന്നുവെന്ന് അവന് മനസ്സിലാവുന്ന എങ്ങനെയാണ്? ബാക്കി പെണ്ണുകൾ വന്നാൽ തന്നെയും ആ പെണ്ണുങ്ങളോടില്ലാത്ത എന്തോ ഒരിത് ഇന്ന ആളോട് തോന്നുമ്പം മറ്റാണുങ്ങളോടില്ലാത്ത എന്തോ ഒരിത് ഈ പർട്ടിക്കുലർ ആണിനോട് തോന്നുകയും അതിൻ്റെ കാരണത്താൽ ഇയാളെക്കാളും സൗന്ദര്യമുള്ള ആൾക്കാരെ പോലും മാറ്റി നിർത്തി ഇയാൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നു, അയാളുടെ കൂടെ സംസാരിക്കുന്നു, അയാളോട് ഒരു ജീവിതത്തിൽ ഒരു ഓറിയൻറ്റേഷൻ രൂപപ്പെടുത്തുന്നു. ഇതുമൂലമാണ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റണത്, ഞാൻ പ്രേമത്തിൽ വീണു പോയിരിക്കുന്നു, ഞാൻ വീണു പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നതും. രണ്ട്, ഇതെല്ലാം കാണുന്ന അപ്പുറത്ത് നിൽക്കുന്ന ഞാൻ ആരെ സ്നേഹിക്കുന്നോ ആൾക്ക് മനസ്സിലാകുന്നതും ഞാൻ ആളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന്. രണ്ട് തലമുണ്ട് ഏതൊരു കാര്യത്തിനും. ഒന്ന്, എനിക്ക് തന്നെ മനസ്സിലാകും. രണ്ട്, മറ്റാൾക്കും മനസ്സിലാവും ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്. ഇവിടെ നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ദൈവമാണ്. ദൈവത്തിന് ഹൃദയം നന്നായിട്ട് അറിയാം, കൃത്യമായിട്ട് അറിയാം. ഇനി ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മളെ പഠിപ്പിക്കുക. ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് റിയാലിറ്റി, ഒരു കാര്യത്തെ തുടരുത് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ദൈവം നടുക്കുണ്ടോ, ഒരു 500 നോട്ടെന്ന് പറഞ്ഞ പോലെ അങ്ങ് നടുക്കുണ്ടോ വെച്ചിട്ട് പറഞ്ഞടാ അത് തുടരുത് കേട്ടാന്ന് പറഞ്ഞു. ദൈവം തുടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ അതിന് ചുറ്റും നടക്കുന്നത്? ദൈവം തുടരുത്, അങ്ങോട്ട് പോണ്ട. അതെന്നെ ഞാനെന്ന് പറയുന്ന അച്ഛനാണ്, കല്യാണം കഴിക്കാൻ പാടില്ല, കുടുംബജീവിതം നമുക്കില്ല, ഇനിയില്ല. ഞാനെന്ന അച്ഛൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് കുടുംബജീവിതം നോക്കിക്കൊണ്ട് ചേടാ എന്ത് രസം, കൂടെ പഠിച്ചവരൊക്കെ പെണ്ണ് കിട്ടി, പിള്ളേരായി, അവർക്കൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തോരം ഞാൻ അതിലേക്ക് നോക്കിയിരിക്കുന്നുവോ അതിനനുസരിച്ച് അങ്ങോട്ടുള്ള വലി കൂടും. ദൈവം വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എന്നാത്തിനാ ഹവ്വ അതിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങിയത്? അതിലായിരുന്നില്ലേ പിശാച്? ദൈവം തടഞ്ഞു വെച്ചിരിക്കുന്ന സാധനത്തിലായിരിക്കും എപ്പോഴും പിശാചിരിക്കുക എന്നുള്ള കാര്യം മറക്കരുത്. ഞാൻ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പഠിക്കേണ്ട സമയം, പഠിക്കാൻ വേണ്ടി പഠനവുമായി ബന്ധപ്പെട്ട് ഞാൻ നടക്കേണ്ട സമയത്ത് പഠനവുമായി എനിക്ക് യാതൊരു ഉപകാരമില്ലാത്തൊരു കാര്യത്തിലേക്ക് ഞാൻ ശ്രദ്ധ ചെലുത്തുമ്പോഴും അതിൽ ചുറ്റിപ്പറ്റി നടക്കുമ്പോഴും അതിലായിരിക്കും പിശാചിരിക്കുക. അപ്പം മാത്രമല്ല, എനിക്ക് എൻ്റെ ഭാര്യയുണ്ട്, എനിക്ക് എൻ്റെ ഭർത്താവുണ്ട്. അവരിലേക്ക് നോക്കി നമ്മൾ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് ഈ മോന്ത തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കണത്, എന്തെങ്കിലും ഗതി പിടിച്ചോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരിലേക്ക് തന്നെ നോക്കിയിരുന്നു കൊണ്ട് അവരുടെ കൂടെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കാതെ ഇവളെക്കാളും ബെറ്റർ മറ്റാളായിരുന്നു, അവനേക്കാളും ബെറ്റർ അയൽവക്കത്തെ അങ്കിളായിരുന്നു എന്ന് ചിന്തിച്ച് അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെയായിരിക്കും പിശാചുണ്ടാവുക എന്നുള്ളത് ഈ ഒരു അധ്യായം നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഹവ്വ അവിടെ കറങ്ങിയടിച്ച് നടക്കുന്നു, പിശാചുമായി സംസാരിക്കുന്നു. അതിൻ്റെ അവസാനം എന്താണ്? പിശാച് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എടീ ഇതിലെന്തെങ്കിലും തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ദൈവം? പിന്നെ എല്ലാം ഞങ്ങൾക്ക് തിന്നാം, സത്യമാണ് അവൾ പറഞ്ഞത്, എല്ലാം തിന്നാം, പക്ഷെ ഈ പഴം തിന്നാൻ പാടില്ല. എടി അത് തിന്നുന്ന ദിവസം നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിശാച് പറഞ്ഞു, ഇത് തിന്നുന്ന ദിവസം നീ ജീവിക്കും, ദൈവത്തെ പോലെയാകും. ശ്രദ്ധിക്കണമേ, പിശാച് അവിടെ പറഞ്ഞ കാര്യത്തിൽ ഒരു നുണയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇല്ല. പക്ഷേ അതൊരു വൈറ്റ് ലൈ, അതൊരു എന്താ പറയുക, ഒരു പ്രത്യേകതരം നുണയാണ്. വൈറ്റ് ലൈ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മലയാളം കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞ പോലെ ഒരു സത്യമാണ്, പക്ഷേ ഇൻ ഇറ്റ്സ് കോർ അതൊരു നുണയാണ്. ശ്രദ്ധിക്കണമേ, ആദവും ഹവ്വയും ആ പഴം കഴിക്കുന്നതിന് മുമ്പ് ദൈവത്തെ പോലെ അല്ലായിരുന്നോ? അവർ ദൈവത്തെ പോലെ ആയിരുന്നു, പക്ഷെ അതവർ മനസ്സിലാക്കിയില്ല. കീപ്പിംഗ് എ ഡൗട്ട് ഇൻ ദ ഹാർട്ട്, അതായത് നമ്മുടെ മനസ്സിൽ സംശയം കോറിയിടുക എന്ന് പറയുന്നത് പിശാചിൻ്റെ ഒരു പ്രത്യേകതയാണ്. സംശയം കോറിയിടും. മത്തായി 4 ഈശോയെ ദൈവം പരീക്ഷിക്കുന്നത്, പുതിയ ആദമായ ഈശോയെ പിശാച് പരീക്ഷിക്കുന്നത് എങ്ങനെയാണ്? നീ ദൈവപുത്രനാണെങ്കിൽ, സത്യവിതാണ്, ഈശോ ദൈവപുത്രനാണ്.
അത് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഈശോയ്ക്ക് ജയിക്കാൻ പറ്റിയത്. എൻ്റെ ഐഡൻറ്റിറ്റിയിൽ എനിക്ക് സംശയമില്ല, നീ ദൈവപുത്രനാണെങ്കിൽ ആണ്. പക്ഷെ ഹൗവയ്ക്ക് അവിടെ സംശയത്തിൻ്റെ ഒരു മുനയിട്ട് കൊടുത്തു. നീ ദൈവത്തെ, അപ്പം ഞാനല്ലേ? അല്ല അല്ലേ? അല്ല അല്ലേ? ഇതാണ് ഈ നുണയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഈശോ പറഞ്ഞു, സത്യം നിങ്ങൾ അറിയണം. നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സത്യം എന്നാണെന്നറിയോ? നീയും ഞാനും ദൈവത്തിൻ്റെ മോനാണ്. ഏത് പാപം ചെയ്താലും എങ്ങനെയൊക്കെ നമ്മൾ അകന്നു പോയാലും ദൈവത്തിൻ്റെ മകനെന്ന് പറയുന്ന, മകളെന്ന് പറയുന്ന സ്ഥാനത്തിൽ നിന്ന് നീ ഒരിക്കലും തള്ളപ്പെടുന്നില്ല, അതൊരിക്കലും മാറ്റപ്പെടുന്നില്ല. ഈ ഒരു സത്യം എന്ന് നീ തിരിച്ചറിയുന്നോ അന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരും. നമ്മൾ കാണുന്നുണ്ട് ധൂർത്തപുത്രൻ, അവൻ്റെ പ്രത്യേകത എന്താ? അപ്പൻ്റെ കൂടെ നിൽക്കുന്നത് അടിമത്തമായി കണ്ട് അപ്പനിൽ നിന്നും ദൂരെ പോയ ചെറുക്കനാണ്. അപ്പൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഫ്രീഡം ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞ് പോയി ചെറുക്കൻ. അവിടെ പോയി എല്ലാം അടിച്ച് പൊളിച്ച് നശിപ്പിച്ച് കയ്യിലുള്ളെല്ലാം തീർന്നു കഴിയുമ്പോൾ അപ്പൻ്റെ വീടിനെ കുറിച്ച് ആലോചിക്കണം. എന്നിട്ട് ഇവനെടുക്കുന്നൊരു തീരുമാനമുണ്ട്, ഞാൻ തിരിച്ചു പോകും. അപ്പൻ്റെ അടുത്ത് പോയിട്ട് പറയും, അപ്പാ, സ്വർഗത്തിനെതിരെ നിനക്കെതിരെ ഞാൻ തെറ്റ് ചെയ്തു പോയി, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ ദാസരിലൊരുവൻ എന്നെ കാണണമേ. മോൻ തിരിച്ചു ചെല്ലുന്നു, അപ്പൻ ദൂരെ വെച്ച് കാണുന്നു, ഓടി വരുന്നു, കെട്ടിപ്പിടിക്കുന്നു. മകൻ തുടങ്ങുകയാണ് കുമ്പസാരം. അപ്പാ, സ്വർഗത്തിനെതിരെ നിനക്കെതിരെ ഞാൻ തെറ്റ് ചെയ്തു പോയി, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. ഒട്ടനെ അപ്പനെ ടക്കി കയറുകയാണ്. ആ എഴുത്ത് നിങ്ങൾ വായിച്ച കൃത്യം മനസ്സിലായി. ക്വിക്ക്, ഇംഗ്ലീഷിൽ അങ്ങനെയാണ്, വേഗം. അടുത്ത വരി പറയാൻ ദൈവം സമ്മതിക്കണില്ല. എന്തായിരുന്നു അടുത്ത വരി? നിന്റെ ദാസരിൽ ഒരാളായിട്ട് എന്നെ കാണണമേ. സമ്മതിക്കണില്ല. എനിക്കെൻ്റെ മോൻ മോനാണ്, എനിക്കെൻ്റെ മോള് മോളാണ്. അത് നീ എങ്ങനെയൊക്കെ അകന്നു പോയാലും എൻ്റെ കുഞ്ഞെ, ദൈവം നിന്നെ വെറുക്കുക, നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നീ ചെയ്യുന്ന പാപത്ത് വെറുക്കും. ഈ തിരിച്ചറിവ് കുഞ്ഞെ നിന്റെ ബോധത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും വിഷയമായി മാറിക്കഴിഞ്ഞാൽ നിന്റെ സ്വാതന്ത്ര്യത്തിൻ്റെ യാത്ര അവിടെ തുടങ്ങുകയാണ്. എപ്പോഴും പറയണം, എന്നൊക്കെ സംഭവിച്ചാലും, എന്നിട്ട് ഏത് ബലഹീനത ആയിക്കോട്ടെ, ഏത് പാപം ആയിക്കോട്ടെ, എൻ്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്. ഈ പാപത്തെ ഇഷ്ടമല്ലെങ്കിലും എന്നെ ഇഷ്ടമുള്ള ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് സ്തുതിച്ചു തുടങ്ങിയേ മാറ്റം കാണാൻ പറ്റും ജീവിതത്തിൽ. വലിയ മാറ്റം, വലിയ മാറ്റം. എന്നിട്ട് അപ്പം എപ്പോഴും ശ്രദ്ധിക്കണം, പിശാച് തരുന്ന ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇതിനെ ഓവർകം ചെയ്യും. എത്ര പാപം ചെയ്താലും ഈ സ്ഥാനം പോവുകയല്ല കേട്ടോ, ഈ സ്ഥാനം പോവുകയല്ല കേട്ടോ. നീ ദൈവമകനായിരിക്കും. തിരിച്ചു വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, കൊഴുപ്പിച്ച, ശരിക്കും പറഞ്ഞാൽ ശരിക്കും ട്രാൻസ്ലേഷൻ ഫാറ്റൻഡ് കാഫ് എന്നാണ്. അതായത് കൊഴുപ്പിച്ച കാളക്കുട്ടി എന്ന് വെച്ചാൽ എന്നാ അർത്ഥം? കൊഴുപ്പിച്ച കാളക്കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെമിനാരിയിൽ നിന്നൊക്കെ വെക്കേഷന് വീട്ടിൽ വന്നു കഴിയുമ്പം കുറേ വീട്ടിൽ കോഴികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഒറിജിനൽ കോഴി കേട്ടോ, നമ്മൾ ചൊറൊക്കെ ഇട്ട് വളർത്തുന്ന കോഴിയില്ല, മറ്റേ കോഴിയല്ല, ന്യൂ ജനറേഷൻ കോഴികളല്ല, ഒറിജിനൽ കോഴി. അതിനെ വളർത്തുമ്പം ഒരു പൂവൻകോഴീനെ അമ്മ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. ഒരു പൂവൻകോഴീനെ അതിന് എക്സ്ട്രാ തീറ്റയൊക്കെ കൊടുത്ത് സെറ്റാക്കി ഇങ്ങനെ വീർപ്പിച്ച് നിർത്തും. എന്തിനാ? വിരുന്നുകാർ വന്ന് അതിനെ പിടിക്കാൻ പോകുമ്പോൾ പറയാം, അതിനെ പിടിക്കല്, ആനാ മോൻ വരും. വെക്കേഷന് മോൻ വരുമ്പോൾ തട്ടാനുള്ള സാധന. അതായത് ഉറപ്പാണ്, കൊഴുപ്പിച്ച കാളക്കുട്ടി എന്ന് പറയുന്ന അപ്പൻ ഉറപ്പാണ്, അവൻ വരും, അവൻ വരും. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നല്ല ഓർമ്മകൾ ഉണ്ടാക്കണം കേട്ടോ. ഈ മോനെ തിരിച്ചു പോകാൻ പ്രേരിപ്പിച്ചത് നല്ല ഓർമ്മയാണ്, അപ്പൻ്റെ വീട്ടിലെ ഓർമ്മ. അതുകൊണ്ട് കാരണവന്മാരെ ഈ കൊച്ചുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാതെ അവർ പള്ളിയിൽ കൊണ്ടുപോയി ഒച്ച ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കിക്കോട്ടെ, അവരെ പള്ളിയിൽ കൊണ്ടുവന്ന് പള്ളി പരിസരത്ത് വളർത്ത്, എന്തെങ്കിലും ഓർമ്മയുണ്ടാവട്ടെ. തിരിച്ച് ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ തിരിച്ചു വരാൻ വേണ്ടി നല്ല ഓർമ്മകൾ. അപ്പോൾ നമ്മൾ തുടരുകയാണ്. ഇവിടെയാണ് ഹൗവയുടെ വീഴ്ചയും ആദ്യ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയും. ഇനി ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ ദൈവം വരെ കണ്ടുമുട്ടുന്ന സീനിൽ ആദത്തോട് ചോദിക്കുന്നു, ആദം നീ അത് ചെയ്തോ, നീ തിന്നോ? യെസ് ഓർ നോ അല്ല അവിടെ പറഞ്ഞത്. ആദത്തിൻ്റെ മറുപടി പ്രധാനപ്പെട്ട, നീ എനിക്ക് കൂട്ടി തന്ന ഈ സ്ത്രീ അവൾ എനിക്ക് തന്നു. ഇവിടെ ആദം കുറ്റം പറഞ്ഞത് ഹൗവയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഹൗവയല്ല, ആദം കുറ്റം പറഞ്ഞത് ആരെയാ? ദൈവത്തെയാ. നീ തന്ന ഈ മുതലില്ലേ, അവളാണ് എനിക്കിട്ട് ഈ പണി തന്നത്, നീയാ കുറ്റക്കാരൻ, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചല്ലേ, നീയല്ലേ തന്നത്. നീ നമ്മൾ ചെയ്യുന്നൊരു കാര്യം അത്. എന്തുണ്ടെങ്കിലും നമ്മുടെ തീരുമാനം തെറ്റിപ്പോയാലും നമ്മുടെ എടുത്തയാട്ടത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന തിന്മ നമ്മൾ സഹിച്ചാലും, ദൈവമേ നീ എന്തിനെന്നോട് ഇങ്ങനെ ചെയ്തു, നീയല്ലേ ഇത് ചെയ്തത്, നീയല്ലേ ഇത് ചെയ്തത്, എല്ലാത്തിനും ദൈവത്തെ ബ്ലെയിം ചെയ്യുന്നു. അതോടുകൂടി ആദത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ദൈവം അങ്ങനെ അവസാനിപ്പിക്കുക. ഹൗവ മോളെ നീ ഇത് ചെയ്തായിരുന്നോ?
ഹവ്വ പറഞ്ഞു, പാമ്പ് എനിക്ക് തന്നു, ഞാൻ തിന്നു. ഇതിൽ സത്യം പറഞ്ഞത് ഹവ്വയാ. പാമ്പ് തന്നു, തിന്നു, ഇത് സത്യമല്ലേ? അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, പിന്നീട് ആദത്തിനോടൊന്നുമില്ല, ഹവ്വയ്ക്കാണ് വാഗ്ദാനം. നിന്റെ സന്തതിയും സർപ്പത്തിൻ്റെ സന്തതിയും തമ്മിൽ നമ്മൾ ശത്രുത ഉളവാക്കും, നിന്റെ സന്തതി അവൻ്റെ തല തകർക്കും. നോക്കിയേ, ഹവ്വായാണ് അവിടെ സത്യം പറഞ്ഞത്. ഹവ്വായ്ക്കാണ് ഒരു പ്രോമിസ് കൊടുക്കുന്നത്, മോളെ നിന്റെ സന്തതി തല തകർക്കും, നിന്റെ സന്തതി പിശാചിനെന്നൊരു ഭീഷണിയായിട്ട് മാറാൻ പോവാ. വാഗ്ദാനം ഹവ്വയ്ക്കാണ് കൊടുത്തത്. ഇനി അച്ഛൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്കാണ്. നമ്മുടെ മാതാവിനെ കുറിച്ച് ധ്യാനിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മളൊരു യാത്ര പോകുന്നു. യോഹന്നാൻ 1. യോഹന്നാൻ 1 നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, ഉൽപ്പത്തി പുസ്തകത്തോടു കൂടി ആനന്ദിക്കുന്ന വ്യക്തിയാണ് യോഹന്നാൻ ശ്ലീഹ. ഉൽപ്പത്തി എങ്ങനെ തുടങ്ങിയോ ആദിയിൽ, അതുപോലെ തന്നെയാണ് യോഹന്നാൻ ശ്ലീഹ സുവിശേഷം ആരംഭിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് യോഹന്നാൻ ശ്ലീഹ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 6 ദിവസങ്ങൾ കയ്യിൽ വെച്ചിട്ട് ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കുകയാണ്. 6 ദിവസങ്ങൾ, അതായത് 6 ദിവസം. 6-ാം ദിവസമാണ് ശരിക്കും ആദത്തെ ഹവ്വയെ സൃഷ്ടിച്ചെന്ന് പറയുന്നത്. 7-ാം ദിവസം ദൈവം വിശ്രമിക്കുന്നു. അപ്പം ഇവിടെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, 6 ദിവസത്തെ സൃഷ്ടി യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുന്നു. ആദിയിൽ എന്ന് പറയുന്ന അവസ്ഥ അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കണം, 1-ാം അധ്യായം 29-ാം തിരുവചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അടുത്ത ദിവസം യേശുവിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു. അടുത്ത ദിവസം. ഇതേ അധ്യായം തന്നെ അടുത്ത ഹെഡിങ് യോഹന്നാൻ 1:35. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ, ശ്രദ്ധിക്കണമേ, 1-ാമത്തത് യോഹന്നാൻ 1:29, 2-ാമത്തത് യോഹന്നാൻ 1:35. അടുത്ത ഹെഡിങ് നോക്കുക, യോഹന്നാൻ 1:43. പിറ്റേ ദിവസം. നോക്കിക്കേ, ആദിയിലിന് ശേഷം 3 ദിവസങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദിവസം യോഹന്നാൻ 1:43, പിറ്റേ ദിവസം. ഇത് കഴിഞ്ഞിട്ട് 2-ാമത്തെ അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വായിച്ചു നോക്കിയേ. 3-ാം ദിവസം. ആദ്യത്തെ 3 ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നീട് യോഹന്നാൻ ആഡ് ചെയ്യുന്നു അടുത്ത 3-ാം ദിവസം. 3 + 4 = 7. 7-ാം ദിവസമാണ് യോഹന്നാൻ ഇനി പറയുന്ന 2-ാം അധ്യായത്തിലെ കാനായിലെ കല്യാണ വിരുന്ന്. 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം 7-ാം ദിവസമാണ് ആദവും ഹവ്വയും കുടുംബജീവിതം ആരംഭിക്കുന്നത്. 7-ാം ദിവസമാണ് കാനായിലെ കല്യാണ വിരുന്ന്. അവിടെ വരന്റെയും വധുവിൻ്റെയും പേര് യോഹന്നാൻ ശ്ലീഹ പറയുന്നില്ല. അവിടെയാണ് ഈശോയും മാതാവും എൻട്രി ചെയ്യുന്നത്. പുതിയ ആദമായ ഈശോയ്ക്ക് 2 റോളുണ്ട് കേട്ടോ. ഒന്ന്, ഈശോയാണ് മാതാവിനെ സൃഷ്ടിച്ചത്. ഈ മാതാവ് ഈശോയുടെ അമ്മ കൂടിയാണ്. ഈശോ തന്നെയാണ് മാതാവിനെ അങ്ങനെ രൂപപ്പെടുത്തിയത്. അതുപോലെ തന്നെയാണ് ഈശോയുടെ അമ്മയാണ് ഈ മാതാവ്. 2 റോളുണ്ട്. പുതിയ ആദമായ ഈശോ ഇവിടെ രംഗപ്രവേശം ചെയ്യുന്നു. യോഹന്നാൻ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു, ഈശോയുടെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ക്രൈസിസ് കടന്നു വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ക്രൈസിസ് ഇട്ട് തരിക എന്നുള്ളത് പിശാചിൻ്റെ ഒരു പരിപാടിയാണ്. ഒരു ക്രൈസിസ് ഇട്ട് തരിക, ഒരു എന്ത് ചെയ്യണം, ഇനി എങ്ങനെയാണ് എന്ന് സംശയം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഹവ്വ വീണു പോയിടത്ത് പുതിയ ഹവ്വായായ മാതാവ് ആദത്തിൻ്റെ അടുത്ത് പോയിട്ട് പറയാം, അവർക്ക് വീഞ്ഞില്ല. എന്നിട്ട് ക്രൈസിസ് നിൽക്കുന്നവരോട് മാതാവ് പറയുന്ന ഒരു മറുപടി ഉണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യൂ. പഴയ ഹവ്വ ദൈവം പറയുന്നത് ചെയ്യാൻ പരാജയപ്പെട്ടപ്പോൾ പുതിയ ഹവ്വായായ പരിശുദ്ധ അമ്മ ഈശോ പറയുന്നത് പോലെ ചെയ്യാൻ മറ്റുള്ളവർക്ക് പ്രേരണ കൊടുക്കുന്നു. അവിടെ നമ്മൾ അത്ഭുതം കാണുന്നു. നോക്കിയേ, എത്ര സുന്ദരമായിട്ടാണ് ഈ പഴയ നിയമ രഹസ്യം പുതിയ നിയമത്തിൽ യോഹന്നാൻ ശ്ലീഹ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവിടെ ഈശോ മാതാവിനെ വിളിക്കുന്ന പേര് സ്ത്രീയെ എന്നാണ്. സ്ത്രീയെ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം സ്ത്രീയെ.
ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ പഴയ നിയമ സന്ദേശം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എടുക്കേണ്ട സന്ദേശം, ഒന്ന്, സത്യം. ഞാൻ അറിയുന്ന സത്യം. എൻ്റെ ദൈവം ഒരിക്കലും ഞാൻ പാപം ചെയ്താലും എൻ്റെ പാപത്തെ വെറുക്കുമെങ്കിലും പാപിയെ വെറുക്കുകയല്ല. ഇത് നമുക്ക് സ്വാതന്ത്ര്യം തരും. രണ്ട്, നമ്മൾ ആരാധനയിൽ പ്രവേശിക്കുമ്പോൾ അടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ മേഖല നമ്മൾ എടുത്തിട്ട് പ്രാർത്ഥിക്കും. ഇനി വരാൻ പോകുന്ന ആരാധനയിൽ എന്താണ്? നീതീകരിക്കാതെ നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയണം. നമ്മളത് ചെയ്തു. കർത്താവേ, എനിക്ക് പാപം ചെയ്യാൻ ഇഷ്ടമാണ്. ഡിബിനെന്ന മനുഷ്യന് പാപം ചെയ്യാൻ ഇഷ്ടമാണ്. അതാണ് സത്യം. എനിക്കതിൻ്റെ സുഖം ഇഷ്ടമാണ്. പക്ഷെ എനിക്കത് വേണ്ട കർത്താവേ. എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടല്ല, നിനക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ദൈവമേ, ഈ പാപം എനിക്ക് വേണ്ട. എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമാണ് കർത്താവേ, പക്ഷെ നിനക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്കത് വേണ്ട. ഇതാണ് സത്യം. ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കിയേ, വലിയ അത്ഭുതങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ആരാധനയിലേക്ക് കിടക്കുന്നു. സത്യം നമ്മളെ സ്വതന്ത്രരാക്കട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പുതിയ ഹവ്വായ അമ്മ നമുക്ക് പഠിപ്പിക്കുന്ന പാഠം, നമ്മളെ പഠിപ്പിക്കുന്ന പാഠം നമുക്ക് ഉൾക്കൊള്ളാം. ഈശോയിലേക്ക് നീങ്ങാം. ഈശോ പറയുന്നത് മാത്രം ചെയ്യാം. സത്യം പറയാം. സ്വാതന്ത്ര്യം പ്രാപിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനൻ സർവവുമായി. ആടിയലിതാ. കുടുംബത്തോട് ചേർന്ന് എല്ലാവരും പാടി പ്രാർത്ഥിച്ചു. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കുന്നു. തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനൻ സർവവുമാ. ആടിയനിതാ. കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിക്കൊണ്ട് പാടിക്കോ. അടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ. എന്റെ കർത്താവെ പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ. ഓ കർത്താവെ സമർപ്പിക്കുന്നു. ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ. ചേർന്ന് പാടിക്കേ. ആരാധന 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 ആരാധന. അടിയനിതാ പാടിക്കേ. അടിയനിതാ ദേവാ, യേശുവേ,
സമർപ്പിച്ച് പാടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ഓ അടിയനിതാ യേശുവേ, ദേവാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാം സമർപ്പിച്ച് വലിയ കൃപ നിറയട്ടെ കർത്താവേ. എല്ലാ മക്കളുടെ മേൽ അഭിഷേകം വ്യാപരിക്കട്ടെ. ശക്തി ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ കർത്താവേ. അടിയനിതാ ദേവാ അടിയനിതാ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ നന്ദി. ശബ്ദലഹലബാരിയ യേശുവഹലബഖാരബിക്കത്തോരഹലബിയറ ശദിയറബഖാരബിയറ ശീലകബിയറബഖാരബിയറ ശന്ദലഹബറഹദിയറബര യേശുവലബരിയരിയരിയരിയ യേശുവലഹലബരിയരിയരിയ യേശുവേ. ഹല്ലേലൂയ. കർത്താവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിയനിതാ എല്ലാ കുറവുകളോടും കൂടെ കർത്താവേ നിന്റെ മുൻപിലായിരിക്കുന്ന ഈശോ, എല്ലാ കുറവുകളോടും കൂടെ, എല്ലാ ബലഹീനതയോടും കൂടെ നിന്റെ മുമ്പിലായിരിക്കുന്ന കർത്താവേ, യോഗ്യത ഒന്നുമില്ല എന്റെ ഈശോയെ, അടിയനിതാ നിന്റെ കൃപ മാത്രമാണ് ആശ്രയം കർത്താവേ. എന്റെ ഈശോയെ. യോഹന്നാൻ 8:32 നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സത്യം, പ്രിയമുള്ളവരെ, ഈ നിൽക്കുന്ന അപ്പന് എന്നെ മരിച്ചിഷ്ടമാണ്. എത്രയൊക്കെ അശുദ്ധതയിൽ ആഴ്ന്നു പോയാലും പാപത്തിൽ ആഴ്ന്നു പോയാലും എൻ്റെ കർത്താവിന് എന്നെ ഇഷ്ടമാണ്. എൻ്റെ പാപത്തെ ദൈവം വെറുക്കുന്നെങ്കിലും എന്നെ വെറുക്കാത്ത ഒരപ്പൻ എനിക്കുണ്ട് എന്നൊരു ബോധ്യം എനിക്കുണ്ട്. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണു തുറന്ന് ദിവികാരുണ്യ ഈശോയിലേക്ക് നോക്കാം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥയും കൂടാതെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു കർത്താവുണ്ട് എന്നുറപ്പിച്ച് ഹൃദയത്തിൽ വിശ്വസിച്ചോ, ആദരം കൊണ്ടേറ്റു പറഞ്ഞോ. മനഃശാസ്ത്രത്തിൽ ഇങ്ങനെയൊരു തത്വമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണോ നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കി ആവർത്തിച്ച് പറയുന്നത്, അതെന്റെ മനസ്സിന്റെ ഭാഗമായി മാറും. കൊള്ളാം, എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ കണ്ണാടി നോക്കി ദിവസങ്ങളോളം ആവർത്തിച്ച് പറഞ്ഞാൽ അതെന്റെ മനസ്സിന്റെ ഭാഗമാകും എന്നൊരു തത്വമുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിനു വൈകിക്കുന്നു? ദിവികാരുണ്യ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് പറയേ, എനിക്കൊരു കർത്താവുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥയും കൂടാതെ എന്നെ കരുതുന്ന എൻ്റെ അപ്പനുണ്ട് എന്ന് ആവർത്തിച്ച് നീ പറയുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ഭാഗമായി അത് മാറും. കണ്ണു തുറന്ന് ഈശോയെ നോക്കിക്കൊണ്ട് പാടി അങ്ങ് പ്രാർത്ഥിച്ചേ. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു. ഒരിക്കൽ കൂടി പാടിക്കും, ഒരിക്കൽ കൂടി. ധൂർത്തപുത്രന്റെ അപ്പൻ സമ്മതിക്കുന്നില്ല അടിമയായി കാണാൻ പറയുമ്പോ. നീ എന്റെ മോനാ, നീ എന്റെ സ്വന്തം മോനാ. ദൈവം പറയും, തിരിച്ചു വാ. സ്നേഹിക്കും താതനു. അതിരുകളില്ലാത്ത സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം. ഓ എന്റെ കർത്താവിന്റെ സ്നേഹം ആസ്വദിക്കുന്നു. ദൈവ സ്നേഹം, ഓ കർത്താവേ, നിത്യസ്നേഹം. ഈശോയേ, അളവുകളില്ലാത്ത സ്നേഹം. ദൈവസ്നേഹം, നിത്യസ്നേഹം. പ്രിയമകനെ മകളെ, തമ്പുരാനെ അകന്നുപോയ എല്ലാ നിമിഷങ്ങളെയും ഓർത്തെടുക്കുക. ദൈവം തന്നെ വിളിക്കുന്നുണ്ട്. ബൈബിളിൽ ദൈവം മനുഷ്യനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, ആദം നീ എവിടെയാ? നീ എവിടെയാ കുഞ്ഞ്? നീ എവിടെയാ? നീ എവിടെയാ? നീ ഈശോയോട് പറ, ഞാൻ ഇവിടെ ഉണ്ട് കർത്താവേ,
എൻ്റെ ഇന്ന പ്രശ്നം കൊണ്ട് നിന്റെ പക്കലേക്ക് വരാൻ എനിക്ക് സാധിക്കുന്നില്ല. ഓർക്കണമേ, നഗ്നത കൊണ്ട് വരാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവമാണ് അവന് വേണ്ടി ഒരു മൃഗത്തെ കൊന്ന് അവനെ വസ്ത്രം ഉടുപ്പിക്കുന്നത്. ആദോ ഹവ്വയും പറഞ്ഞു, നഗ്നരായതുകൊണ്ട് ഞങ്ങൾക്ക് നിന്റെ അടുത്തേക്ക് വരാൻ പറ്റണില്ല ദൈവമേ. ആദം ഹവ്വ, നിനക്ക് എന്നെ കാണണ്ടായെങ്കിലും എനിക്ക് നിന്നെ കാണാണ്ടിരിക്കാൻ പറ്റിയല്ല മോനെ മോളെ, എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല മോനെ മോളെ. അത്രയ്ക്ക് ഇഷ്ടമാ ദൈവത്തിന്, അത്രയ്ക്ക് ഇഷ്ടമാ നിന്നെ കർത്താവിന്. ഏറ്റുപറ, എന്താ സംഭവിച്ചേ? എവിടെയാ വീണു പോയത്? സത്യം പറ കർത്താവിന്റെ അടുത്ത്. മറ്റൊരാളുടെ ആ കാരണം കൊണ്ട് ഇങ്ങനെ ഞാൻ ചെയ്തു കർത്താവേ, ഈ കാരണം കൊണ്ട് ഇങ്ങനെ ഞാൻ ചെയ്തു കർത്താവേ, അങ്ങനെ പറയുന്നതിന് പകരം എനിക്ക് പറ്റിപ്പോയി കർത്താവേ എന്ന് ന്യായീകരിക്കാതെ ഏറ്റുപറ, ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നാലും, ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയാലും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഹൃദയമുണ്ട്. ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ചേർന്ന് പാടിക്കേ. ദൈവത്തെ ഞാൻ മറന്നാലും നീ സത്യം പറ കർത്താവിന്റെ അടുത്ത്. ആ സ്നേഹത്തിൽ നിന്നകന്നാലും അനുകമ്പാർദ്രമായ ഹൃദയം, അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടും. എന്നെ ഓമനയായി കരുതുന്നു, എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, തിരുകളില്ലാത്ത സ്നേഹം. എന്റെ അപ്പാ നന്ദി പറയുന്നപ്പ. ദൈവസ്നേഹം എനിക്ക് വേണ്ടി കൊഴുപ്പിച്ച കാളക്കുട്ടിയെ വെച്ച് കാത്തിരിക്കുന്ന അപ്പ നന്ദി പറയുന്നപ്പാ. അളവുകളില്ലാത്ത ഈ സത്യം എന്നെ സ്വതന്ത്രനാക്കട്ടെ യേശുനാമത്തിൽ. ദൈവസ്നേഹം കുമ്പസാരക്കൂടുകളിലേക്ക് ആയിരങ്ങൾ ഒഴുകട്ടെ. എന്നെ കാത്തൊരു കർത്താവുണ്ട് ഏതൊരവസ്ഥയിലും. എന്നെ സ്നേഹിക്കുന്ന ദൈവം. ദൈവസ്നേഹം നിത്യസ്നേഹം. ഈ ഈശോയെ ഒന്ന് തിരിച്ച് സ്നേഹിക്കുന്നേ. നമ്മൾ പ്രാർത്ഥിക്കും, എന്റെ കർത്താവേ, എനിക്ക് നിന്നെ ഒന്ന് സ്നേഹിക്കണം ഈശോയെ. എന്റെ അപ്പാ, നിന്നെ ഞാനൊന്ന് തിരിച്ച് സ്നേഹിക്കട്ടെ, നിന്നെ ഞാനൊന്ന് തിരിച്ച് സ്നേഹിക്കട്ടെ. ഏതൊരവസ്ഥയിലും ഓ കർത്താവേ, യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു തിരിച്ചങ്ങ് സ്നേഹിച്ചേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. റോമ 8:28 തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാ നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. എല്ലാ നന്മയ്ക്കായി. നീ ഈശോ എന്ന് സ്നേഹിച്ച് നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിച്ച് എല്ലാ നന്മയ്ക്കായിട്ട് മാറട്ടെ. നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരിതങ്ങളായിക്കോട്ടെ, ദുഃഖങ്ങളായിക്കോട്ടെ, നീ ഒന്ന് സ്നേഹിക്ക്. എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം മാറ്റും. പാടിക്കേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ഒന്നുകൂടി ഒന്ന് പാടിക്കേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ യേശുവേ,
യേശുവേ. വലതുകരം ഉയർത്തുന്ന ഏറ്റു പറയാവോ? എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ഈശോയെ, എന്റെ ഈശോയെ, എന്റെ സ്നേഹത്തിന്റെ എന്റെ സ്നേഹത്തിന്റെ കുറവിനെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, എനിക്ക് നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം, കൃപ തരണമേ, അനുഗ്രഹം തരണമേ. സ്വർഗീയ പിതാവേ, ഈശോയിലേക്ക് എന്നെ ആകർഷിക്കണമേ. അങ്ങ് ആകർഷിച്ചാലല്ലാതെ ആർക്കും ഈശോയുടെ പക്കലേക്ക് കടന്നു വരാൻ സാധിക്കുകയില്ലല്ലോ. ഈശോയെ, പിതാവിനോട് കേണപേക്ഷിച്ച് എന്നെ നിന്റെ പക്കലേക്ക് ആകർഷിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നീ വരുമ്പോൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കുമെന്ന് ഈശോ പഠിപ്പിച്ചല്ലോ. ഞങ്ങൾ അറിയുന്നു ഈശോയാണ് സത്യത്തിന്റെ പൂർണ്ണത. ഈശോയിലേക്ക് ഞങ്ങളെ നയിക്കാൻ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ, സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമകനെ, മകളെ, ഇരുകളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. രണ്ടാമത്തെ സത്യം, എനിക്കറിയാവുന്ന സത്യം, എനിക്ക് സ്വാതന്ത്ര്യം തടന്റെ സത്യം തമ്പുരാന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. നുണ പറയരുത്. എനിക്ക് ഇന്ന പാപം എനിക്ക് ഇഷ്ടമല്ല അച്ഛാ, കർത്താവ് എനിക്ക് ഇഷ്ടമല്ല, പിന്നെ എന്തിനാ അത് ചെയ്യുന്നേ? ചില പാപങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ മനുഷ്യന്റെ പ്രത്യേകതയാണ്, എനിക്ക് പാവയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പാവയ്ക്ക കറി കൂട്ടുകയല്ല. ഇനി അഥവാ സ്നേഹിക്കുന്ന ഒരാൾ എനിക്ക് പാവയ്ക്ക കറി തന്നാലും അത് കഴിക്കുന്ന സമയമൊന്നും ഞാൻ എൻജോയ് ചെയ്യുകയല്ല. ഒരു മനുഷ്യന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അവനത് ചെയ്യില്ല. അഥവാ നിർബന്ധിക്കപ്പെട്ട് ചെയ്താൽ തന്നെ അതൊരിക്കലും ആസ്വദിക്കില്ല. ഇനി ഒന്നുകൂടി ചിന്തിച്ചേ, ശരിക്കും പാപം ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണോ? സത്യം എന്താ? നമുക്കതിൻ്റെ സുഖം കുറച്ചൊക്കെ ഇഷ്ടമാണ്, നമുക്കതിൻ്റെ സുഖം കുറച്ചൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈശോയ്ക്ക് അത് ഇഷ്ടമല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമുക്ക് പാപം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഇതാണ് ഏറ്റുപറയേണ്ടത്. പ്രിയ മകനെ, മകളെ, എന്തുകൊണ്ടാണ് ഒത്തിരി കുമ്പസാരിച്ചിട്ടും ചില പാപങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാത്തത്? സത്യം പറയാത്തത് കൊണ്ടാണ്. ഈശോയുടെ അടുത്ത് പോയിട്ടൊന്ന് പറയാവോ? ഈ നിമിഷം ദിവികാരൻ ഈശോയുടെ മുമ്പിൽ എന്നിട്ട് പറയണം, കർത്താവേ, നീ സൃഷ്ടിച്ച, ഉദാഹരണം ഡിബിൻ എന്ന എനിക്ക് ഇന്നിന്ന പാപം ചെയ്യുന്നത് ഇഷ്ടമാ കർത്താവേ. എൻ്റെ മനുഷ്യൻ അതിൻ്റെ സുഖം ആസ്വദിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്, എന്നിലെ മനുഷ്യൻ. പക്ഷെ എനിക്കത് വേണ്ട ഈശോയെ. എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടല്ല കർത്താവേ, നിനക്കിഷ്ടമല്ലാത്തത് കൊണ്ട് എനിക്കത് വേണ്ട, നിനക്കിഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്കത് വേണ്ട. ഇതാണ് സത്യം. അതുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ഈ പാപത്തെ എന്നിൽ ഞാൻ തിരസ്കരിക്കുന്നു. ഈശോയുടെ കുരിശിനോട്ടിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ച് ഒന്നിനു പുറകെ ഒന്നായിട്ട് നിങ്ങളുടെ പാപങ്ങൾ ഓർത്തെടുക്കുക. നിങ്ങൾക്ക് സുഖം ആസ്വദിക്കണമെന്ന് നിന്റെ ആന്തരിക മനുഷ്യൻ പറയുന്ന ഒരു പാപമുണ്ട്. ആ പാപം പറഞ്ഞിട്ട് പറയും, എനിക്കിത് വേണ്ട, എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടല്ല കർത്താവേ, എനിക്കിഷ്ടമാണ് അത്, എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയ അതിൻ്റെ പാപത്തിൻ്റെ സുഖം ഞാൻ ആസ്വദിക്കും, പക്ഷെ എനിക്കത് വേണ്ട, എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടല്ല കർത്താവേ, നിനക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് എനിക്കത് വേണ്ട. അതുകൊണ്ട് എന്നിൽ നിന്നത് പറിച്ചു കളയണമേ. മത്തായി 15:13, എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളെല്ലാം പിഴുതെറിയപ്പെടും. യേശുനാമത്തിൽ ഇതെല്ലാം പിഴുതെറിയപ്പെടുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പാടും, വിശുദ്ധീകരിക്കണമേ ദൈവമേ, വിശുദ്ധീകരിക്കണമേ, എൻ്റെ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായിട്ടൊന്ന് പവിത്രീകരിക്കണമേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ്റെ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. ചേർന്ന് പാടിക്കേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. സത്യം പറഞ്ഞ് പ്രാർത്ഥിച്ചോ.
ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട. ആദ്യം പറഞ്ഞ സത്യം മറക്കരുത്. എന്തൊക്കെ നീ ചെയ്താലും തിരിച്ചു വന്ന് നിന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട് കുഞ്ഞ്. നീ പേടിക്കല്ലേ. ഇനി രണ്ടാമത്തെ കാര്യം പറ. സത്യം പറ. നീ എന്നാ നിനക്ക് പറ്റിയത്? ആദം നീ തിന്നോ? ഹവ്വ മോളെ നീ തിന്നോ? സത്യം പറഞ്ഞ് വാഗ്ദാനങ്ങളുടെ ഒരു 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 അഭിഷേക കുത്തൊഴുക്ക് നിന്റെ ജീവിതത്തിലേക്ക് നിറയും. കൊഴിപ്പിച്ച കാളക്കുട്ടിയുടെ അനുഗ്രഹം നീ ജീവിതത്തിൽ അനുഭവിക്കും കുഞ്ഞ്. അതുകൊണ്ട് സത്യം പറഞ്ഞ് എന്നതാ പറ്റിയേ? കർത്താവേ, ഞാനത് ചെയ്തു പോയി, എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ് ചെയ്യുന്നത്. എനിക്ക് വേണ്ട കർത്താവേ, നിനക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട ഈശോയെ, ഞാനത് ഉപേക്ഷിക്കുന്നു, കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പാടിക്കേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. ഇരുകരങ്ങളും ശിരസിന് മേലൊന്ന് കമഴ്ത്തി വെക്കാവോ? നിന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ തമ്പുരാന്റെ വിശുദ്ധിയുടെ ശക്തി നിറയട്ടെ. കുഞ്ഞിനി എവിടെയായിരുന്നാലും ദിവികാരുണീശയുടെ ശക്തി നിന്നെ തൊടുന്നു, നിന്നെ സ്വാധീനിക്കുന്നു. ഈ നിമിഷം ബന്ധനങ്ങൾ അഴിയുന്നുണ്ട്. ഒത്തിരി മക്കളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നുണ്ട്. കൃപയൊഴുകുന്നുണ്ട്. ജസീന, റോയ്, സ്റ്റീഫൻ, ദൈവം നിങ്ങളെ സ്പർശിക്കുന്നുണ്ട്. ഈ നിമിഷം ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നുണ്ട്. വലിയ കൃപ നിറയുന്നുണ്ട്. പ്രാർത്ഥിച്ചോ. ശക്തി ഇറങ്ങട്ടെ. തോമസ് CP തമ്പുരാൻ തൊടുന്നുണ്ട്. ഇറങ്ങട്ടെ. എല്ലാ മക്കളിലേക്ക് വലിയ അഭിഷേകം ഒഴുകി ഇറങ്ങട്ടെ. ശിരസിന് മേൽ കൈവച്ച് ദൈവത്തെ ആരാധിക്കുന്നതിന്റെ പ്രതീകമായി, വിശുദ്ധി പ്രാപിക്കാനുള്ള ആഗ്രഹത്തിന്റെ പ്രതീകമായി ശിരസിന് മേൽ കൈമഴ്ത്തി വെച്ച് ചേർന്ന് പാടിക്ക്. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. ശക്തമായ ചെവിവേദന മാറിപ്പോകുന്നു. എൻ ദേഹവും ഇടത് ചെവിയുടെ ശക്തമായ വേദന മാറിപ്പോകുന്നു. കർത്താവേ, പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി ഇപ്രകാരം കാണുന്നു. ടിവിക്ക് മുൻപിൽ ഒരു കുഞ്ഞിനെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥന കേട്ട് ആ കുഞ്ഞിനെ സ്പർശിച്ച് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ശക്തിയോടെ ഇരുകരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ, സൗഖ്യം വ്യാപരിക്കട്ടെ, പാപത്തിൽ നിന്ന് മുക്തി ലഭിക്കട്ടെ. ഈശോ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് മുട്ടുകുത്തി ഈശ്വര ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്നു. കർത്താവിൻ്റെ സ്പർശനം വിശ്വസിക്കുക. ഈ നാടുകളിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച മക്കള് ഇത് അനുഭവിക്കാൻ പോവുകയാണ്. ഒന്ന്, എപ്പോഴും പറയുക, എന്നെ സ്നേഹിക്കുന്ന ഒരപ്പൻ എൻ്റെ കൂടെ ഉണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തിരിച്ചു വരുമ്പോൾ അവൻ എന്നെ മാറോട് ചേർക്കും. എനിക്ക് വേണ്ടി കൊഴിപ്പിച്ച കാളക്കുട്ടിയെ കൊല്ലും. ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസിന് വേണ്ടി അച്ഛൻ പറയുന്നതല്ല കേട്ടോ. ഈശോയെ അറിഞ്ഞിട്ട് പാപത്തിലേക്ക് പോവരുതേ. പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റാത്ത തകർച്ചയിലേക്ക് നിബന്ധിക്കുമെന്ന് ശ്ലീഹ നമ്മൾ ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമക്കളെ, ഉപേക്ഷിക്കുക. ദൈവം കൃപ തരും. പാപത്തെ ഉപേക്ഷിക്കുക, ദൈവം കൃപ തരും. രണ്ടാമത്, സത്യം പറഞ്ഞ് പ്രാർത്ഥിച്ചേ. സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. ന്യായീകരിക്കരുത്. അതുകൊണ്ട് ഇങ്ങനെ പറ്റി, ഇതുകൊണ്ട് അങ്ങനെ പറ്റി പറയണ്ട. പറ്റിയോ ഇല്ലയോ, തമ്പുരാന്റെ മുൻപിൽ വന്ന് മാപ്പ് ചോദിക്കാൻ. ഈ രണ്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. സ്നേഹിക്കും
സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ.